പൊതിച്ചോറ് തുറക്കുമ്പോൾ കിട്ടുന്ന അതേ സന്തോഷം പൊതി ബിരിയാണി. നല്ലൊരു ഗ്രീൻ കളർ വന്നിട്ടുണ്ട് കേട്ടോ മസാലയ്ക്ക്. അപ്പം നെയ്മീനൊന്നും വേണ്ട, നല്ല അയല മാത്രം മതി. നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അയല പൊരിച്ചിട്ട് നല്ല വെളിച്ചെണ്ണയിൽ മസാലയൊക്കെ തേച്ചിട്ട് പൊരിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ട് വാഴയിലയിൽ കിഴി കെട്ടിയ ഒരു ബിരിയാണി. അതായത് അയല ബിരിയാണി വാഴയിലയിൽ കിഴി കെട്ടിയത്, അതാണ് ഉണ്ടാക്കുന്നത്. 6 മുഴുത്ത അയല വെട്ടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വരഞ്ഞ് വെച്ചതിലേക്ക് ഗാർലിക് പൗഡർ അത് 1 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, മുളക് പൊടി 2-3 ടേബിൾ സ്പൂൺ, നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഉപ്പ്, അരമുറി നാരങ്ങ നീരും എല്ലാം കൂടെ ചേർത്ത് തിരുമ്മി പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ വെക്കാം. അതിനുശേഷം നന്നായിട്ട് മുരിഞ്ഞിട്ട് ഇങ്ങോട്ട് വറുത്തെടുക്കണം. നമ്മൾ തീ അങ്ങോട്ട് കത്തിക്കുകയാണ് കേട്ടോ. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അനമ്മ ഉണ്ടാക്കിയ ശുദ്ധമായിട്ടുള്ള പശുവിൻ്റെ നെയ്യ്. നമ്മളിത് എടുത്തിട്ടാണ് പാചകം മൊത്തം കേട്ടോ. 2 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചു. ഏകദേശം ഒരു 800 ഗ്രാം ഓളം ചെറിയുള്ളിയാണ് അരിഞ്ഞ് എടുത്തേക്കുന്നത് കേട്ടോ. ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴന്ന് ഇങ്ങോട്ട് വരട്ടെ കേട്ടോ. അടച്ചു വെച്ച് വഴട്ടാം. അപ്പം ദേ വഴന്ന് ഈ ലെവലായി കണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് വഴറ്റണം കേട്ടോ. നമ്മുടെ ക്യാരറ്റ് അരിയുടെ കൂടെ ഇട്ട് വേവിക്കണമായിരുന്നു കേട്ടോ. ആസ് യൂഷ്വൽ ഞാൻ മറന്നുപോയി. നമ്മൾ അരി വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ ക്യാരറ്റ് അതിൻ്റെ കൂടെ ഇടണം. അപ്പോൾ 5 മിനിറ്റിൻ്റെ കൂടെ ഒന്ന് വഴണ്ട് വന്നോട്ടെ. അപ്പോൾ ഏകദേശം 5 മിനിറ്റ് വഴറ്റി നമ്മൾ 2 ടേബിൾ സ്പൂണാണ് നെയ്യ് ഒഴിച്ചത്. അപ്പോൾ 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഒഴിക്കുകയാണ്. ഇതിന് കുറച്ച് നെയ്യ് വേണം കേട്ടോ. തക്കാളി ഇടുകയാണ്. ഒന്ന് സെറ്റാകുന്നവരെ നമ്മൾ വഴറ്റണം. ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഓക്കെ, അപ്പോൾ ഇതായി 3 മിനിറ്റൊക്കെ ആയപ്പോഴത്തേനും ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ഒഴിച്ചു. ഒന്ന് ഇളക്കി മറിച്ചു. 1-1.5 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. ഗരം മസാല ഒരു 10-15 ഗ്രാം 1 ടേബിൾ സ്പൂണ് നന്നായിട്ടൊന്ന് വഴറ്റി. മല്ലിയില, പുതിനയില, കറിവേപ്പില എല്ലാം കൂടെ ഒരു 100 ഗ്രാം വീതം അരിഞ്ഞത്. ഏകദേശം ഒരു 250-300 ഗ്രാം ഉണ്ട്. റൈസ് ഉപ്പിട്ടിട്ട് വേവിച്ചാണ്. എന്നാലും ഞാനൊരു വലിയ ടീസ്പൂണാണ് ഇപ്പോൾ തൽക്കാലം ഉപ്പിട്ടേക്കുന്നത്. ഇനി നമ്മുടെ അണ്ടിപ്പരിപ്പും തേങ്ങാപ്പാലിൽ അരച്ച് വെച്ചത് ഒഴിക്കുവാണ് കേട്ടോ. കുറച്ച് തേങ്ങാപ്പാല് ബാക്കി ഉണ്ടായിരുന്നതേ കഴുകി അങ്ങോട്ട് ഒഴിക്കുകയാണ് കേട്ടോ. തേങ്ങാപ്പാലും കളയണ്ട, മസാല കുറച്ചൊരു ഗ്രേവി പോലെ ആയിക്കോട്ടെ. ഒന്ന് തിളച്ച പോലെ വന്നിട്ടുണ്ട് കേട്ടോ. അതാ 2 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഇട്ടു. മസാല പുരട്ടി വറുത്ത അയല 4 അയല വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തീ വളരെ സിമ്മാണ് കേട്ടോ. ബസ്മതി റൈസ് മസാലയൊക്കെ ഇട്ട് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചിട്ട് 600 ഗ്രാം വേവിച്ചെടുത്ത. സത്യത്തിൽ ഈ പാത്രം പോരാട്ടാ, കുറച്ച് നെയ്യ് കേട്ടോ. മൂടി വെച്ചു. അതേ 10 മിനിറ്റ് ആയിട്ടോ. അതേ മുകളിലൊക്കെ ആവി വന്നു. ഞാൻ ഓഫ് ചെയ്യട്ടെ. ആദ്യം ആയിട്ടുണ്ട്. നമ്മൾ ഇലയൊക്കെ വെച്ചു, വാട്ടി ഇല വെച്ചു. നിങ്ങൾക്ക് ഈ അയല കിഴി ബിരിയാണിക്ക് പകരം നെയ്മീനും ആബോലിയൊക്കെ വെക്കാൻ പറ്റുന്നവർ വെച്ചോ. നമ്മൾ എപ്പോഴും ഒരു സാധാരണക്കാരനും കൂടെ എല്ലാം കഴിക്കണം എന്നുള്ള ഒരു രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ അപ്പച്ചെമ്പ് വെക്കാൻ പോവുകയാണ്. പൊട്ടല്ലേ മുത്തേ, പൊട്ടല്ലേ മുത്തേ, പൊട്ടല്ലേ മുത്തേ. പൊട്ടില്ല. ഓഫ്. മുകളിൽ ആവി വരുന്ന വരെ അവിടെ ഇരുന്നോട്ടെ. അമ്മേ. അപ്പോൾ ഇതാ നമ്മുടെ കിഴി ബിരിയാണി തുറക്കുകയാണ്. വാഴയിലയിൽ കിഴി കെട്ടി ദം ചെയ്ത നാടൻ മസാലയിലുള്ള അയല ബിരിയാണി ഇതാ തുറക്കുന്നു. പൊതിച്ചോറ് തുറക്കുമ്പോൾ കിട്ടുന്ന അതേ സന്തോഷം പൊതി ബിരിയാണി. നല്ലൊരു ഗ്രീൻ കളർ വന്നിട്ടുണ്ട് കേട്ടോ. മസാലയ്ക്ക് ഗ്രീൻ യെല്ലോ കളറാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഇലയുടെ ഫ്ലേവർ അങ്ങോട്ട് കയറി വന്നേ. ഇലയിൽ ഇങ്ങനെ ആവി കയറിയിട്ടേ മീനില്ലാതെ മസാല മാത്രമായിട്ട് ഒരു രക്ഷയില്ല. അപ്പം നെയ്മീനൊന്നും വേണ്ട, നല്ല അയല മാത്രം മതി. നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിലെല്ലാ ചേരുവകളും നമുക്ക് കിട്ടും. അയല മാത്രം കിട്ടാൻ പാടുള്ളൂ. അപ്പം എങ്ങനെയാ, ട്രൈ ചെയ്യില്ലേ? മറക്കാതെ നമ്മളുടെ സ്പെഷ്യൽ വാഴയിലയിൽ കിഴി കെട്ടിയ ബിരിയാണി പരീക്ഷിച്ച് അഭിപ്രായം അറിയിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടവും, യാതൊരു സംശയവുമില്ല. ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പം അടുത്തൊരു കിടിലൻ ഇതേപോലെയുള്ള ഒരു തനി നാടൻ വീഡിയോ ആയിട്ട് വരുന്നവരുടെ നിങ്ങളുടെ സ്വന്തം അന്നമ്മ.